വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അയിനുകൂടിയുടെ ലൈഫിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഇവിടെ തുടങ്ങുകയാണ്. വേറൊന്നുമല്ല, അയിനുവിനെ സ്കൂളിൽ ചേർത്തിട്ട് ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് പാരൻസിനും കുട്ടികളുടെ ഒപ്പം നിൽക്കാനുള്ള പെർമിഷൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ വിഷമം അറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അയിനു ഹാപ്പിയാണ്, എന്നാൽ ഞങ്ങളും ഹാപ്പിയാണ്. ഇതാണ് അയിനുവിൻ്റെ യൂണിഫോം, പിങ്കും ബ്ലൂവും. പുതിയ ഷൂവും പുതിയ ചെരുപ്പൊക്കെ ഇട്ട് നോക്കുന്ന തിരക്കിലാണ്. അതിനൊന്നും അറിയില്ല നാളെ തൊട്ട് ഞാനും അവൻ്റെ പപ്പയും കൂടെ നിൽക്കില്ല എന്നുള്ളത്. ഇതിൻ്റെ ഒപ്പം ബാഗിലൊരു എക്സ്ട്രാ പെയറും വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ ഒരു സ്നാക്സ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മാംഗോവും കൊടുത്തു, ക്യാഷും കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. നാളെ തൊട്ട് എന്താ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല. ചെറിയ മക്കളായതുകൊണ്ട് അവർക്ക് അവരുടെ സ്നാക്സ് ബോക്സോ ബാഗോ ഒന്നും തിരിച്ചറിയില്ല. എല്ലാം നമ്മൾ ചിലപ്പോൾ തലേദിവസം വാങ്ങിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കില്ല ചില കുട്ടികളൊക്കെ. അപ്പോൾ ടീച്ചേഴ്സിന് അത് അറിയാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും ബുക്ക് എല്ലാം അവരുടെ മറ്റേ സ്നാക്സ് ബോക്സ് എല്ലാ ഐറ്റംസിലും അവരുടെ പേരും ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം മുതൽ ഞങ്ങൾ ആരും കൂടെ ഉണ്ടാവാതെ അവൻ ഒറ്റയ്ക്ക് നിൽക്കില്ല, അവൻ കരയും. കുറേ നേരം ഞങ്ങളുടെ വിട്ടുപിരിഞ്ഞ് നിൽക്കണം, ഫുഡ് കഴിക്കുകയോ ടോയ്ലറ്റിൽ പോകുമ്പോൾ എങ്ങനെയാണ്, എല്ലാ ഉമ്മമാർക്കുള്ള അതേ ചോദ്യങ്ങളും കുറേ കൺഫ്യൂഷൻസും ആയിരുന്നു ഞങ്ങൾക്കും ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസമായിരുന്നു അതിൻ്റെ ശരിക്കുള്ള ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലായത്. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലെ എല്ലാ പാരൻസും ടീച്ചേഴ്സ് എല്ലാവരുമായിട്ടുള്ള ഒരു ചെറിയൊരു പ്രോഗ്രാംസ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല ഒരു ദിവസമായിരുന്നു അന്നത്തേത്. കാലത്ത് അയിനുവിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ചായ കുടിക്കൽ, ഫുഡ് കഴിക്കൽ, ഡ്രസ്സിങ്, കുളിക്കൽ ഇതെല്ലാം കഴിഞ്ഞ് അയിനു സെറ്റായി. ആകെയുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ടാബോ അല്ലെങ്കിൽ ഫോൺ കാണൽ കുറച്ച് കുറഞ്ഞു കിട്ടും. വൈകുന്നേരം മാത്രമല്ല കാണലുണ്ടാവുള്ളൂ, പിന്നെ വൈകിട്ട് പഠിക്കലുണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും നേരത്തെ വെച്ച് കുറച്ചൊക്കെ കുറഞ്ഞു കിട്ടും ഈ ഫോൺ നോക്കലൊക്കെ. ബാഗ് ഒറ്റയ്ക്ക് തന്നെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിനിട്ട് നോക്കിയതാണ്. ശരിയായൊന്നുമില്ല, എന്നാലും സാരമില്ല, അവരത്രയെങ്കിലും ഒപ്പിച്ചല്ലോ. ഇന്നത്തെ ഈ കാലത്ത് കുറേ കുട്ടികളെ നമ്മൾ അംഗനവാടിയിൽ വിടും, ചിലവരെ പ്രീ സ്കൂളിൽ വിടും, ചിലവരെ വിടാറില്ല. എന്നാൽ പോലും അവരെ സ്കൂളിൽ വിടുന്ന ടൈമിൽ എല്ലാ ഉമ്മമാർക്കും സെയിം ഫീലിംഗ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. കാരണം അവർ സ്കൂളിൽ പോയിരിക്കുമ്പോൾ നമ്മൾ ചില സമയത്തൊന്നും നമ്മൾ ഹാപ്പി ആവില്ല. നമ്മുടെ മക്കളെ ആലോചിച്ചിട്ട് കുറച്ച് നേരമെങ്കിലും നമ്മൾ ഡെസ്പ് ആവാതെ ഇരിക്കാത്തൊരു ടൈം. അതിനെല്ലാം സെറ്റ് ആക്കിയ ശേഷം ലാസ്റ്റ് മിനിറ്റ് ഞങ്ങളുടെ ഒരു ഓട്ടമാണ്. എല്ലാം കറക്റ്റായി വെച്ചിട്ടുണ്ടോ, അവനിക്ക് എക്സ്ട്രാ ഒരു പെയർ ഡ്രസ്സ് വെക്കൽ, അതിൽ കവർ വെച്ച് കൊടുക്കണം, അറിയാതെ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതെടുക്കാൻ വേണ്ടി അവൻ്റെ ഡ്രസ്സ് അതിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ലാസ്റ്റ് നിമിഷത്തുള്ള ഒരു ഓട്ടപ്പാച്ചലായിരുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തീരെ വിചാരിച്ചതല്ല. അന്നത്തെ ദിവസത്തെ ഓട്ടപ്പാച്ചലിൻ്റെ ഇടയിൽ ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് എങ്കിലും എടുക്കാൻ പറ്റുമെന്നോ ഞാൻ തീരെ വിചാരിച്ചതല്ല. എന്നാൽ പോലും എടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വലുതാവുമ്പോൾ അവൻ്റെ ഒരു ഗുഡ് മെമ്മറി ആവണമെന്ന് എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ വീഡിയോ ഈ യൂട്യൂബിൽ തന്നെ കിടക്കുകയാണെങ്കിൽ അവൻ വലുതാവുമ്പോഴും ഈ വീഡിയോസൊക്കെ അവന് കാണണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. നമ്മൾ എത്രയൊക്കെ നമ്മുടെ ഫോൺ മെമ്മറിയിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ സേവ് ചെയ്താലും ഒരു ടൈം എത്തുമ്പോൾ ഒട്ടുമിക്ക വീഡിയോസും ഫോട്ടോസും ഒരു ഫോൺ കേടുവന്നാൽ പോകാവുന്നതേ ഉള്ളൂ. ഇത് യൂട്യൂബിലാവുമ്പോൾ കുറച്ച് അവിടെ കിടക്കുമെന്ന് വിചാരിക്കുന്നു. ഒരു ചാനൽ പോയതുകൊണ്ട് ഇത് എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അന്നത്തെ ദിവസം ഇറങ്ങാൻ നേരത്തെ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അയിനുവിൻ്റെ ടീച്ചറിൻ്റെ പേരൊക്കെ അയിനുവിന് അപ്പോഴേ നന്നായി അറിയായിരുന്നു. പക്ഷെ ഒരുപാട് പരിചയമില്ലെങ്കിലും അവൻ നല്ല ഹാപ്പി ആയിരുന്നു. ടീച്ചേഴ്സിനോടും മറ്റുള്ള എല്ലാവരോടും നല്ല ഹാപ്പി ആയിട്ടായിരുന്നു അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ സ്കൂളിൽ അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാരൻസിനും അതെ, കുട്ടികൾക്കും അതെ. പിന്നെ ചെറിയ ഫോട്ടോ സെക്ഷൻ, അതിൻ്റെ ക്ലാസ്സൊക്കെ കൊണ്ടുപോയി ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. ഫ്രണ്ട്സൊന്നും ആയിട്ടില്ല, കാരണം ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് കുട്ടികളിലൊന്നും എല്ലാവരിനൊന്നും അറിയാനായിട്ടില്ലല്ലോ. എന്നാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അന്നത്തെ ദിവസത്തെ അയിനുവിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ.